ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. ഇന്ന് നമ്മൾ ജോമെട്രി ആൻഡ് ആൾജിബ്ര 4ാം ഭാഗം റിവിഷൻ, അതായത് ജാമിതിയും ബീജഗണിതവും എന്താണെന്ന് റിവിഷൻ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 5 cm ആൻഡ് സെന്റർ ഈസ് ദ ഒറിജിൻ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് ദ എക്സ് ആൻഡ് വൈ. ആക്സസ് ആണ് ഉദ്ദേശിക്കുന്നത്. Write the equation of the circle. Find the coordinates of other 2 points on the circle. അതായത് ചിത്രത്തിൽ വൃത്തത്തിന്റെ ആരം 5 സെന്റിമീറ്ററും കേന്ദ്രം ആധാര ബിന്ദുവുമാണ്. വൃത്തം അക്ഷങ്ങളെ ഗണിക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കാണുക. വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. വൃത്തത്തിലെ വേറെ 2 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കാണുക. അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ. നമുക്ക് ആദ്യത്തെ ചോദ്യം ചെയ്യാം. എന്താണ്? വൃത്തത്തിന്റെ ആരം 5 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. കേന്ദ്രം ആധാര ബിന്ദു, ഇതാണ് കേന്ദ്രം. ഇവിടെ 0 ആണ് ആധാര ബിന്ദു. വൃത്തം അക്ഷങ്ങളെ ഖണ്ഡിക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ 5 യൂണിറ്റ്, ഇവിടെ 5 യൂണിറ്റ്, എല്ലായിടും 5 യൂണിറ്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഏത് പോയിന്റ് ആയിരിക്കും? എക്സ് അക്ഷത്തിലെ y 0, ഇവിടെ എത്ര? 5, 0. ഇവിടെ ആണെങ്കിലോ y അക്ഷത്തിലെ അക്ഷത്തിലെ x 0, 0, 5. ഇവിടെയോ? ഇവിടെ എന്താ വരും? 0, -5, നെഗറ്റീവ് സൈഡാണ് താഴോട്ട്. ഇവിടെ നെഗറ്റീവാണ്, അപ്പം -5, 0. അങ്ങനെ ആദ്യത്തെ ആൻസർ കിട്ടി. എന്താണ്? 5, 0, 0, 5, 0, -5, -5, 0. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. അപ്പൊ ഈ വൃത്തത്തിന്റെ സമവാക്യം എന്ന് പറയുന്നത് എന്താണ്? വൃത്തത്തിന്റെ സമവാക്യം എന്താണ്? x² + y² = r². എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സമവാക്യം വന്നത്? ഒന്ന് ആധാര ബിന്ദുവാണ് അല്ലേ? ഇവിടെ ആധാര ബിന്ദുവിൽ നിന്നുള്ള സമവാക്യം, വൃത്തത്തിന്റെ കേന്ദ്രം ആധാര ബിന്ദുവായിട്ട് വരുന്ന സമവാക്യമാണ് x² + y² = r². അപ്പം ഇവിടെ നോക്കിക്കേ, r നമുക്കറിയാം എത്ര? 5. അപ്പൊ ഈ സമവാക്യം എന്തായിട്ട് മാറും? x² + y² = 5². That is x² + y² = 25. അല്ലാതെ നമുക്കൊരു സമവാക്യം x - a² + y - b² = r². ഇവിടെ എയും ബിയും എല്ലാം എന്താണ്? 0 ആയതുകൊണ്ടാണ് നമുക്ക് ഈ സമവാക്യം വന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? വൃത്തത്തിലെ വേറെ 2 ബിന്ദുക്കളുടെ സംഖ്യകൾ എഴുതാം. വേറെ 2 ബിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഈ സമവാക്യത്തിൽ എക്സിന് 0 കൊടുത്താൽ y എത്ര? എക്സിന് 0 കൊടുത്താൽ ഈ സമവാക്യത്തിൽ തന്നെ എക്സിന് 0 കൊടുത്താൽ y² 0 ആവും. അപ്പൊ ഇതൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അല്ലാത്ത ഏതെങ്കിലും സംഖ്യ എക്സിന് 3 കൊടുക്കുക. 3, 4 കൊടുത്തേ. 3² + 4² എത്ര? 25 വരത്തില്ലേ? വരും. പിന്നെ 4, 3 കൊടുത്തേ. x 4, y 3, 4² 16 + 9, അത് 25 വരും. അങ്ങനെ 25 വരുന്ന എക്സിനും വൈക്കും ഇവിടെയും സ്ക്വയറിന്റെ സമ 25 വരുന്ന ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇവിടെ 2 ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ 2 എഴുതിയിട്ടുള്ളൂ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഇൻ ട്രയാങ്കിൾ ABC P50, Q61, R31 are the midpoints of sides BC, CA and AB respectively. What is the most suitable name for the quadrilateral BPQR? Find the coordinates of B and C. ചോദ്യം മനസ്സിലായോ? അതായത് ത്രികോണ ABCയിൽ P50, Q61, R31 ഇവ യഥാക്രമം BC, CA, AB എന്നീ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. ചതുർഭുജം BPQRന് ഏറ്റവും അനുയോജ്യമായ പേരെന്ത്?
ബി, സി എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണക്കാക്കുക. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ നെയിം ഫോർ ദ ക്വാഡ്രിലാറ്ററൽ BPQR? എന്താ ഈ ക്വാഡ്രിലാറ്ററലിന്റെ പേരെന്താണ്? എന്താണ്? സമാന്തരികം, അതായത് പാരലോഗ്രാം. പിന്നെ രണ്ടാമത്തത് കോർഡിനേറ്റ് ഓഫ് ബി ആൻഡ് സി. ബിയുടെയും സിയുടെയും കോർഡിനേറ്റ് കാണണം. എളുപ്പമാണ്. അതായത് മിഡ് പോയിന്റ് ആണ്. ഇത് മിഡ് പോയിന്റ്. അതുകൊണ്ട് ARന്റെ നീളവും RBയുടെ നീളവും തുല്യമായിരിക്കും. BPയുടെ നീളവും PCയുടെ നീളവും തുല്യമായിരിക്കും. അപ്പം ഇവിടെ നോക്കിക്കേ, AQന്റെ നീളവും QCയുടെ നീളവും തുല്യമായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ആൻസർ കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി ആൻഡ് സി. നോക്കിക്കേ, ഈ ബി കണ്ടുപിടിക്കണത് ഇത് പാരലോഗ്രാം അല്ലേ? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയഗണൽ ഇതല്ലേ? ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഡയഗണൽ ഇതാ. അപ്പം ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് നോക്കുക, കൂട്ടുക. 3 5 8. 8 നിന്ന് ഈ എക്സ് കോർഡിനേറ്റ് കുറയ്ക്കുക. ഇപ്പോൾ എത്ര കിട്ടും? 8 നിന്ന് 6 പോയാൽ 2. അതാണ് തന്നെ വൈ കോർഡിനേറ്റ്. 1ഉം 0ഉം കൂട്ടുക. അപ്പോൾ എത്ര? എന്നിട്ട് ഇവിടുത്തെ വൈ കോർഡിനേറ്റിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 0. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ് നമുക്ക് എന്ത് കിട്ടും? 2 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സിയുടെ നോക്കിക്കേ. സിയുടെ കണ്ടുപിടിക്കാൻ ഇവിടെ നോക്കിയേ, 2 3 കൂടി 5. അപ്പോൾ ഇവിടെ എത്ര? 8. ഇവിടെ എല്ലാം 0 ആയതുകൊണ്ട് 0 തന്നെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ബിയും സിയും കിട്ടിയില്ലേ? ബിയുടെ കോർഡിനേറ്റ് 2 0, സിയുടേത് എന്താണ്? 8 0. ഇതാണ് ആൻസർ. നമുക്കിതുപോലെ ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാം. ഇപ്പം ക്യൂവിൻ്റെതാണ് കണ്ടുപിടിക്കണത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയഗണൽ ഏതാണ്? അതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. 5 3 8. 8 നിന്ന് 2 പോയാൽ 6. ശരിയല്ലേ? 1ഉം 0ഉം കൂട്ടുമ്പോൾ 1. 1 നിന്ന് 0 പോയാൽ 1. ഉണ്ടോ? അതുപോലെ നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ കഴിയും. ഏത് കോണിൻ്റെ സൂചക സംഖ്യകളാണ്, കോർഡിനേറ്റ്സ് ആണോ കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയഗണൽ എടുക്കുക. ആ ഡയഗണലിൻ്റെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക. പിന്നെ ആ ട്രയാങ്കിളായിട്ട് കിട്ടുന്ന ആ ഭാഗത്തെ എക്സ് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്. മൂന്നാമത്തെ ചോദ്യം, എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് 5 3 as center. 5 6 is a point on the circle. What is the radius of the circle? Write the equation of the circle. What is the distance from the center of the circle to the x-axis? അതായത് 5 3 എന്താണ്? കേന്ദ്രത്തെ സൂചകസംഖ്യയായിട്ട് ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. 5 6 വൃത്തത്തിലെ ഒരു സൂചക സംഖ്യയാണ്, ഒരു ബിന്ദുവാണ്. എങ്കിൽ വൃത്തത്തിന്റെ ആരം എത്ര? വൃത്തത്തിന്റെ സമവാക്യം എത്ര? കേന്ദ്രത്തിൽ നിന്ന് എക്സ് അക്ഷത്തെ ഗണിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ ഏവ. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്ന് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, റഫായിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. കേന്ദ്രത്തിൽ 5 3 is drawn with the 5 3 as center and 5 6 a point on the circle. 5 6 സർക്കിളിലെ ഒരു ബിന്ദുവാണ്. അപ്പോൾ ഈ അകലം നോക്കുക, 5 5 3 6. അപ്പോൾ ഈ അകലം എത്ര? 3. അപ്പം റേഡിയസ് എത്ര? ഒന്നാമത്തെ ആൻസർ എന്താണ്? റേഡിയസ് ഈക്വൽസ് 3. ഇനി ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് എ. കേന്ദ്രം എയും ബിയും ആണെങ്കിൽ നമ്മുടെ സമവാക്യത്തിന്റെ രൂപം എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽസ് ആർ സ്ക്വയർ. ഇവിടെ എക്കും ബിക്കും പകരം 5 3 ഉണ്ട്. അപ്പോൾ എക്സ് മൈനസ് 5 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽസ് 3 സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ചെറിയ രൂപത്തിൽ ആക്കണം. അപ്പം എക്സ് സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ 10x പ്ലസ് 25 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 3 to 6y
പ്ലസ് 9, ഇവിടെയും 9 അല്ലേ വരുന്ന, അപ്പോൾ ഈ 9 കൂടെ ക്യാൻസൽ ആവും അല്ലേ, അപ്പോൾ 0 വരും അല്ലേ. അപ്പം ഇതെങ്ങനെ മാറാം? എക്സ് സ്ക്വയർ പ്ലസ്, നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 10x മൈനസ് 6y പ്ലസ് 25 ഈക്വൽ ടു 0. ഇതങ്ങ് കട്ടായി പോയില്ലേ? ഇതാണ് നമ്മുടെ സമവാക്യം. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ ടു ദ എക്സ് ആക്സിസ്. അപ്പൊ ആ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന എന്താണ് കണ്ടുപിടിക്കേണ്ട? എന്താണ്? ബിന്ദുവാണ്, സൂചക സംഖ്യയാണ് കണ്ടുപിടിക്കുക. കോർഡിനേറ്റ് വിച്ച് ടച്ചസ് ദ എക്സ് ആക്സിസ്. അപ്പൊ അതിൽ ഈ സമവാക്യത്തിന് എനി പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ് ഈസ് ദ ഫോം x0. അതായത് y സൂചക സംഖ്യ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ സമവാക്യത്തിൽ നമുക്ക് yക്ക് 0 കൊടുത്താൽ പോരെ. അപ്പൊ നമുക്ക് എന്താ കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് ഇത് 0 ആവും, മൈനസ് 10x ഇതും 0 ആവും, പ്ലസ് 25 ഈക്വൽ ടു 0. ഇത് ഏതിൻ്റെ എക്സ്പാൻഷനാണ്? എക്സ് മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ 0 ആണെങ്കിൽ എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. therefore എക്സ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ കോർഡിനേറ്റ് എന്തായിട്ട് കിട്ടും? നമുക്ക് കോർഡിനേറ്റ് എന്താണ്? 50 എന്ന് കിട്ടും. ആൻസർ ആയില്ലേ? അപ്പം നമ്മൾ 3 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.